വെൽക്കം ടു HBLIS ലേണിംഗ്. നമ്മൾ ഇന്ന് കുറച്ച് സൈക്കോളജിയുടെ PYQ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 2025 ജനുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളങ്ങ് ഡിസ്കസ് ചെയ്യാണ്. സോ ചോദ്യം ഇതാണ്: 2 students have same IQ. Which of the following cannot be correct? ഓക്കെ, എന്താണ് ചോദ്യം? 2 students have the same IQ. 2 കുട്ടികൾക്ക് സെയിം IQ ലെവലാണുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ബി കറക്റ്റ്, ഇതുമായിട്ട് യോജിക്കാത്തത് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. കനോട്ട് ബി കറക്റ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബോത്ത് ക്യാൻ ഹാവ് സെയിം ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെൻ്റൽ ഏജ്. Both can have different chronological age and mental age. One is elder than the other. Both can have same chronological age but different mental age. ഏതാണ് ഉത്തരം വരിക? Both can have same chronological age but different mental age അല്ലേ? 2 പേരുടെ IQ ലെവൽ സെയിം ആണ്. അപ്പം which of the following cannot be corrected എന്താണ്? 2 പേർക്കും both can have the same chronological age but different mental age എന്നുള്ളതാണ് ഇതുമായി യോജിക്കാത്തത്. അതായത് IQ നമ്മൾ എങ്ങനെ കാണുന്നത്? മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. സെയിം IQ ആവുന്ന സമയത്ത് ക്രോണോളജിക്കൽ ഏജ് കൂടിയിട്ടും ഡിഫറെൻറ്റ് മെൻ്റൽ ഏജ് ആവാനുള്ള സാധ്യത അവിടെ ഇല്ല. ഓക്കെ, അതായത് സെയിം IQ ലെവലാണെങ്കിൽ നമ്മുടെ സെയിം ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഏജും ഡിഫറെൻറ്റ് മെൻ്റൽ ഏജ് ആവാനുള്ള സാധ്യത അവിടെ ഇല്ല. അത് മനസ്സിലാക്കുക. നമ്മൾ IQ ലെവൽ എങ്ങനെ കാണുന്നത്? മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ചെയർമാൻ ഓഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് NCF 2005, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005ൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാം. പ്രൊഫസർ യശ്പാൽ, രോഹിത് ധൻകർ, ഡോക്ടർ കസ്തൂരി രംഗൻ ആൻഡ് കോത്താരി. ആരാണ് NCF 2005ൻ്റെ ഡയറക്ടർ? ആരാണ് ചെയർമാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ പ്രൊഫസർ യശ്പാലാണ്. അത് ആലോചിക്കട്ടെ. NCF 2005 അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? യശ്പാലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ്റലിജൻസ് ഈസ് ദ ഗ്ലോബൽ കപ്പാസിറ്റി, ഡെഫിനിഷൻ ഗിവൺ ബൈ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യന് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല അല്ലേ? ഇൻ്റലിജൻസ് ഈസ് ദ ഗ്ലോബൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അപ്പോൾ നമ്മൾ മറ്റു ഓപ്ഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഡേവിഡ് വെഷ്ലർ, സ്റ്റേൺ, വുഡ്വർത്ത് ആൻഡ് മാർക്യൂസ് ആൻഡ് ടെർമാൻ. ഇൻ്റലിജൻസ് ഈസ് ഗ്ലോബൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് ഡേവിഡ് വെഷ്ലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചർ. ഒരു ടീച്ചറുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രൊവൈഡ് സെൽഫ് ലേണിംഗ് കണ്ടീഷൻസ്, സിസ്റ്റമാറ്റിക് പ്ലാനിങ്, പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്, ഗിവ് പണിഷ്മെൻറ്റ് ടു അച്ചീവ് മാക്സിമം സ്കോർ. വിച്ച് ഈസ് നോട്ട്, നമ്മൾ കൃത്യമായിട്ട് ചോദ്യം വായിക്കണം. ടീച്ചറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? ടീച്ചറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്നാണ് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? അതായത് പ്രൊവൈഡ് സെൽഫ് ലേണിംഗ് കണ്ടീഷന്, സിസ്റ്റമാറ്റിക് പ്ലാനിങ്, ഗീവ് പണിഷ്മെൻറ്റ് ടു അച്ചീവ് മാക്സിമം സ്കോർ. ഇതെന്തല്ല? ഒരു ടീച്ചറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്: ഇൻസൈറ്റ് ലേണിംഗ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസൈറ്റ് ലേണിംഗ് കൺസെപ്റ്റ് ആരാണ്? കൊഹ്ലർ, പാവ്ലോ, സ്കിന്നർ, തോണ്ടേക്ക്. ആരാണ്? കൊഹ്ലറുടെ ആണ് ഇൻസൈറ്റ്. പാവ്ലോൻ്റെ ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. സ്കിന്നറിൻ്റെത് ഒപ്പറൻ്റ് ആണ്. തോണ്ടേക്കിൻ്റെത് ട്രയൽ ആൻഡ് എറർ തിയറി ആണ്. നെക്സ്റ്റ്: ടു ടീച്ച് ഫാക്ച്വൽ നോളജ് ടു മെനി സ്റ്റുഡൻറ്റ് ഇൻ എ ഷോർട്ട് ടൈം, ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ്. വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ടീച്ച് ഫാക്ച്വൽ നോളജ് ടു മെനി സ്റ്റുഡൻറ്റ് ഇൻ ഷോർട്ട് ടൈം. ഏത് മെത്തേഡാണ്? ലെക്ചർ, ഹ്യൂറിസ്റ്റിക്, ഡെമോൺസ്ട്രേഷൻ,
പ്രോജക്റ്റ്. ഏത് മെത്തേഡാണ്? ലെക്ചർ മെത്തേഡിലൂടെയാണ് നമുക്ക് ഫാക്ച്വൽ നോളജ് കുറേ സ്റ്റുഡൻസിലേക്ക് ഷോർട്ട് ടൈമിൽ എത്തിക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് PYQ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം PYQ കൂടി ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, വേഗം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡിഫിക്കൽട്ടി ഇൻ മസിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. എന്താണ് ഡിഫിക്കൽട്ടീസ് ഇൻ മസിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലുള്ള ഡിഫിക്കൽട്ടിന് നമ്മൾ എന്താ പറയാം? ഓപ്ഷൻസ് ഉണ്ട്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ ആൻഡ് ഡിസ്കാൽക്കുലിയ. ഇതെന്താണ്? ലേണിംഗ് ഡിഫിക്കൽട്ടീസിൽ വരുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ് അല്ലേ? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്കാൽക്കുലിയ എന്താണ്? മാത്തമാറ്റിക് ഡിസബിലിറ്റി ആണ്. സോ മസിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പ്രാക്സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which is not a characteristics of emotionally intelligent person. ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ചെയ്യുക. അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്താണ്? പെർസ്പെക്റ്റീവ് ഇമോഷൻ ഓഫ് അതേഴ്സ്, IQ ഗ്രേറ്റർ ദാൻ 140, കൺട്രോൾ ഓൺ ഇമോഷൻസ്, അവെയർ ഓൺ ഇമോഷൻസ്. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. എന്താണ്? IQ ആണ് അല്ലേ? IQ ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സണ് IQ റിലേറ്റഡ് ആയിട്ടല്ല പറയുന്നത്. മറ്റുള്ളവരുടെ ഇമോഷൻസ് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. സ്വന്തമായിട്ടുള്ള ഇമോഷനെ കൺട്രോൾ ചെയ്യാനും അവെയർ ഓഫ് ഇമോഷനെ പറ്റി അവെയർനെസ് ഉള്ള ആളും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അസംഷൻ ഓഫ് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്. LSPയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, ഡെവലപ്മെൻറ്റ് ഈസ് യൂണിഡയറക്ഷണൽ, ബയോകൊഗ്നേറ്റീവ് സോഷ്യൽ പ്രോസസ് ആർ ഇൻ്റർവ്യൂവൽ, സ്കിൽസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. എന്താണ് ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് തന്നതിൽ ഓപ്ഷൻ ഡി ആണ്. അതായത് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് ആണ്, ബയോകൊഗ്നേറ്റീവ് സോഷ്യൽ പ്രോസസ്സസ് ആർ ഇൻ്റർവൂവൻ ആണ്, സ്കിൽസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ആണ്. ഇതാണ് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവുമായിട്ട് നിലനിൽക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് മെയിൻ അസംഷൻ എന്താ? ഡെവലപ്മെൻറ്റ് ലൈഫ് ലോങ് ആണ്, ഡെവലപ്മെൻറ്റ് മൾട്ടി ഡയറക്ഷണലാണ്, ഡെവലപ്മെൻറ്റ് മൾട്ടി ഡയമെൻഷണലാണ്, ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ഗെയിൻസ് ആൻഡ് ലോസസ്, ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഇൻ വെർബൽ ലേണിംഗ്. വെർബൽ ലേണിംഗിൽ യൂസ് ചെയ്യാത്ത മെത്തേഡ് പെയർഡ് അസോസിയേറ്റ്, സീരിയൽ ലേണിംഗ്, ഫ്രീ റീകോൾ, ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ് വെർബൽ ലേണിംഗിൽ ഉൾപ്പെടാത്ത മെത്തേഡ്? ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ബാക്കിയൊക്കെ എന്താണ്? വെർബൽ ലേണിംഗുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൺസിസ്റ്റൻസി ഓഫ് ടെസ്റ്റ് സ്കോർ ഇൻഡിക്കേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. കൺസിസ്റ്റൻസി ഓഫ് ടെസ്റ്റ് എന്തൊക്കെ ഓപ്ഷൻ? വാലിഡിറ്റി, റിലയബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, മീൻ ഡീവിയേഷൻ. വളരെ സിമ്പിളാണ് അല്ലേ? കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് റിലയബിലിറ്റി ആണ്. ഒരു ടെസ്റ്റിന് നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥം? അത് റിലയബിൾ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, റിലയബിൾ ആണ് എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് എക്സാം എടുക്കുന്ന സമയത്ത് 100ൽ ഒരു 98 കിട്ടിയ കുട്ടീനെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പിന്നീട് എടുക്കുന്ന സമയത്ത് അത് ഒരു 97.6, പിന്നീട് ഞാൻ എടുക്കുന്ന സമയത്ത് അതൊരു 50 ആയി മാറുകയാണെങ്കിൽ അതിന് കൺസിസ്റ്റൻസി ഇല്ല. മറിച്ച് ആ ഒരു സ്കോർ റിലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ആ ഒരു ടെസ്റ്റ് നമുക്ക് റിലയബിൾ ആണ്. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. ദെൻ വാലിഡിറ്റി പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് കൊണ്ട് ഞാൻ എന്താണോ മെഷർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത് ആ കാര്യം എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ്. ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ടെസ്റ്റ് മെഷർ വാട്ട് ഇൻറ്റൻഡ് ടു മെഷർ ആണ്. സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞാൽ എന്താണ്? അതായത് പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് ആണ് സ്കോർ
സ്കോർ ടെസ്റ്റ് നമ്മൾ യൂണിഫോം കണ്ടീഷനിൽ നമ്മൾ സ്കോറിങ് ചെയ്യാം. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡീവിയേഷൻ ഓഫ് ദ സ്കോർ ഫ്രം മീൻ ആണ്. സോ വാലിഡിറ്റി റിലയബിലിറ്റി മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ? തിയറി ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സൈക്കോ അനലിറ്റിക് തിയറി, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. സിമ്പിളാണ്. അതിൽ ഇപ്പുറത്തെ ഭാഗത്ത് തിയറി പ്രൊപ്പോൺ ചെയ്ത ആൾക്കാർ പേര് തന്നിട്ടുണ്ട്. തിയറി ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരാണ്? സിമ്പിളാണ്. ആരാണ്? വൈഗോട്സ്കി ആണ്. സൈക്കോ അനലിറ്റിക്സ് ആരാണ്? സ്റ്റിഗ്മൻ ഫ്രൂയിഡ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. മാസ്ലോൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആൻഡ് സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി. അപ്പം ഇത്രയാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത PYQ. ഓക്കെ, താങ്ക് യു.